ഒക്കെ ആദ്യ സംഭവങ്ങളാണ് ഇതൊക്കെ. എന്ന് പറയുന്ന വലിയ 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 എന്ന് വെച്ചാൽ ഈ ലോട്ടറി അടിക്കുന്നതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അന്നത്തെ കാലത്ത്, പിന്നെ ഒരു ഫോറിൻ ഡ്രാഫ്റ്റ് കൈവരിക, ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്ന് ഇതിലൊന്നും ഒരു വിലയില്ലെന്നേ. ഇപ്പം കൊച്ചോൻ പറഞ്ഞതുപോലെ ഒരു വിലയില്ല. അന്നൊക്കെ ഒരഭിമാനമൊക്കെ ആയിരുന്നു. ഈ കർത്തദാസന്മാരൊക്കെ അന്ന് എൻ്റെ കൂടെ കമ്മിറ്റി പ്രവർത്തിച്ചതോടെ അഭിനയിക്കുന്നവരെ പലരും ഒത്തിരി പേര്. എനിക്കിത് പ്രസംഗിക്കാൻ ഇച്ചിരി സമയം കുറഞ്ഞാലും വേണ്ടിയില്ല. എനിക്കിത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലിരുന്ന് വിങ്ങും. അതുകൊണ്ടങ്ങ് പറയുക. അങ്ങനെ വളരെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 80-കൾ എന്ന് പറയുന്നത്. ആ കാലഘട്ടം 82, 83, 84, 85 വർഷങ്ങളൊക്കെ ഞാൻ ഈ രാജ്യത്ത് നിന്ന് പോകുന്നവരെ 93 വരെയുള്ള കാലഘട്ടം വളരെ ബുദ്ധിമുട്ടി. PVIPയുടെ ക്യാമ്പുകളും ഇന്ന് അതിനൊന്നും വലിയ കാര്യമില്ലെന്നേ. കൊച്ചൻ പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഇന്ന കാര്യം വേണമെന്ന്. ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്കൻഡിൽ നെക്സ്റ്റ് മിനിറ്റിൽ പണം ബാങ്കിലെത്തിക്കഴിയും. അന്ന് ഒരുതരും ഇല്ല, അമേരിക്കയിലില്ല, ഗൾഫിലില്ല, വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ പ്രസ്ഥാനത്തെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്നിനും ഇന്ന് കുറവില്ല. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ആത്മീയമായും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഭൗതികമായി കർത്താവ് അനുഗ്രഹിച്ചു. എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അന്നൊക്കെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നിറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. ദൈവം ആ വിധത്തിലല്ല. ഞാൻ നേരത്തെ ഇവിടെ കേട്ടതുപോലെ MA ലിറ്ററേച്ചറിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ നമ്മുടെ ഒരു കുഞ്ഞിന് ദൈവം അവസരം നൽകിയില്ലേ? എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനി അതിലേക്ക് ഒത്തിരി കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ കൊട്ടാരക്കര കിടമെങ്കിൽ ഒരു ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. അത് പഠിപ്പിച്ച അധ്യാപകരുടെ പേര് പറഞ്ഞപ്പോൾ തോമസ് കുട്ടി പാസ്റ്റർ ഇടത്തും വലത്തും വരുന്ന 2 അധ്യാപകരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ റജി സാർ അവിടുത്തെ തുടക്കം മുതൽ ഡീനായിരുന്നു. KP തോമസ് സാർ അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നു. ഇവരൊക്കെ ഞങ്ങൾ വേറെ ആരെങ്കിലും വിട്ടോ? ഇല്ല, ഇവരൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു അന്ന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് പലരും ഇവിടെ പാസ്റ്റർമാരായിട്ടുണ്ട്. അവരെ എനിക്കൊന്ന് കാണണം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അവിടെ ഗ്രാജുവേറ്റ് ചെയ്ത അധ്യാപകർ ദയവായിട്ട്, വിദ്യാർത്ഥികൾ. ഇനി ആരെണ്ണുണ്ടല്ലോ? ഓക്കെ. കുണ്ട്ര സെൻറ്റർ ഇരുന്നു. താങ്ക് യു. കണ്ട് കുണ്ട്ര സെൻറ്റർ, കൊട്ടാരക്കര സെൻറ്റർ, ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത സമീപ പ്രദേശങ്ങളിലെ സെൻറ്ററിൽ അനേക ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്തെടുക്കുവാൻ ദൈവം അവസരമൊരുക്കി. കഴിഞ്ഞ 13 വർഷമായിട്ട് വെസ്റ്റ് ബംഗാളിലും ഭൂട്ടാനിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യുന്നു. 4 സഭകൾ കൊണ്ട് തുടങ്ങിയ ആ സ്ഥലത്ത് ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചു വന്നതല്ല. ഇതെല്ലാം കൂടെ പസിലെല്ലാം കൂടെ ഇങ്ങനെ നിരത്തി വന്നപ്പോൾ ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു 13 വർഷത്തിന് മുൻപ് അവിടെ ആരംഭിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചുമതലയിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ബംഗാളിലും ഭൂട്ടാനിലുമായിട്ട് ഇന്ന് ഏകദേശം 96 സഭകളോളം അവിടെയുണ്ട്. അതിൽ ഒറ്റ മലയാളി സഭയുമില്ല, ഒറ്റ മലയാളി പാസ്റ്റർമാരുമില്ല. അതാ ഏറ്റവും സക്സസ്. അതുകൊണ്ട് എനിക്ക് തലവേദന കുറവുമാണ്. വെരി ഗുഡ്. അവിടെ ജനറൽ ബോഡി ഇല്ല, കമ്മിറ്റി ഇല്ല, കൗൺസിലില്ല, ഇതൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കെല്ലാം പേപ്പറിനകത്ത് ഇതെല്ലാം ഉണ്ട്. ജനറൽ ബോഡി പേപ്പറിലുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പേപ്പറിലുണ്ട്, എല്ലാം പേപ്പറിലുണ്ട്. എന്നാൽ അവിടെ ഒരു ബഹളവുമില്ല, ഒന്നുമില്ല. ദൈവം തരുന്ന ഭൗതിക നന്മകൾ അവിടെ എത്തിച്ച് അവിടെ ചില സഭകളിലൊക്കെ 400-ലധികം തദ്ദേശീയരായിട്ട് ട്രൈബൽസ് ആയിട്ടുള്ള വിശ്വാസികൾ, ചില സഭകൾ 400-ലധികം വിശ്വാസികളുള്ള സഭകൾ വരെ അവിടെയുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. മാത്യു സാം പറഞ്ഞതുപോലെ അദ്ദേഹം ആൻഡമാൻസിൽ പോയെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് അവസരവും സന്ദർഭവും അതുപോലെ മനസ്സുമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന്. അങ്ങനെ മനസ്സും അവസരവുമുള്ള എല്ലാവരെയും ഭൂട്ടാനിലേക്കും ബംഗാളിലേക്കും ക്ഷണിക്കുന്നു. ഭക്ഷണവും താമസവും ഫ്രീ. വണ്ടിക്കൂലി ഇല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വണ്ടിക്കൂലി എടുക്കാൻ നിവൃത്തിയില്ലെന്ന് സമ്മതിക്കുന്നവർക്ക് വണ്ടിക്കൂലിയും കൊടുക്കും. പക്ഷേ അത് സമ്മതിക്കണം, വണ്ടിക്കൂലി എടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലെന്ന്. അത്രമാത്രം. കോട്ടെ, അത് തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്, കാര്യമായിട്ടെടുത്തു. എന്ന് ഭൂട്ടാനിലോ ബംഗാളിലോ പോകണമെന്ന് ദൈവദാസന്മാർക്കോ വിശ്വാസികൾക്കോ തോന്നുന്നുവോ,
പ്ലീസ് കോൺടാക്ട് മീ, നമുക്ക് പോകാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ചിലപ്പോൾ മാത്യു സ്വാമി ഇനി അടുത്ത പ്രാവശ്യം വരുമായിരിക്കും ഞങ്ങളുടെ കൂടെ. ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചില്ലെന്ന് ഇനി നാളെ പറയരുത്. എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. എല്ലാവരും കടന്നു വരിക, അവിടെയുള്ള പ്രവർത്തനങ്ങളെ കാണുക, നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളൊന്നും ചെയ്യണ്ട, ആ സ്ഥലങ്ങളിൽ വന്ന് കാലൂന്നി നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഇനി ഇങ്ങനെ പറഞ്ഞു പോയാൽ പരിപാടി നടക്കത്തില്ല. ഓക്കെ, നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാനിനി അല്പസമയമേ ഉള്ളൂ. ഞങ്ങളൊക്കെ 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കുന്നവരാണ്, 50 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കുന്നവരാണ്, 2 മണിക്കൂർ കൊണ്ട് പ്രസംഗിക്കും. എന്നാൽ ഈ ബാക്കിയുള്ള സമയം നമുക്ക് തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരു കാലോചിതമായ, ഞാൻ പല വർഷങ്ങൾക്ക് മുൻപ് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൂതാണത്. മണിക്കൂറുകൾ പ്രസംഗിക്കാൻ ഒക്കുന്ന ദൂതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാലോചിതമായ ഒരു ദൂത് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് അതൊന്ന് ചികഞ്ഞെടുത്ത് അത് വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുത്ത ഒരു ആലോചനയാണ്. അത് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മീഖാപ്രവചനം ആ മൈക്ക് ദയവായിട്ട് ആ കുഞ്ഞുകടയിൽ ആരുടെയെങ്കിലും വായിക്കുന്ന കുഞ്ഞുകടയിൽ കൊടുത്താൽ പുറത്തിരിക്കുന്നവർ കൂടെ ഒന്ന് കേൾക്കാൻ വാക്യങ്ങൾ ഉണ്ടോ? പോലെ ഒരു മൈക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ. ഓക്കെ, അക്കൗണ്ടിൽസ് കൊടുത്താലും മതി. മീഖാപ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. മൈക്ക 7:7. വായിച്ചോ മോളെ. മോളെ ഒന്നുകൂടെ ആ മൈക്കൊന്ന് വാങ്ങിച്ചു വായിച്ചേ പ്ലീസ്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. മീഖാപ്രവചനത്തെ പറ്റി വിശദീകരിക്കുവാൻ സമയമില്ല. മീഖാപ്രവചനം ഏകദേശം ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു പ്രവചനമാണ് മീഖാപ്രവചനം. അതിൻ്റെ പശ്ചാത്തലം ഒന്നും പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇസ്രയേൽ ജനം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് മറ്റ് വിവിധ ഘട്ടങ്ങളിൽ കൂടെ വിവിധ നിലകളിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവം മീഖയിൽ കൂടെ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ പാപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നതിന് വേണ്ടി, അവർ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, അവരുടെ പാപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി, അവരുടെ പാപങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് അയക്കപ്പെട്ട ദൈവഭക്തനായിരുന്നു മീഖാപ്രവാചകൻ. ഈ മീഖാപ്രവാചകൻ ഇസ്രയേൽ ജനത്തോട് ദൂത് പറയുന്നു. ഈ ഇസ്രയേൽ ജനത്തെ മീഖാപ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോടതിയിലെ വ്യവഹാരത്തിനു വേണ്ടി അവരുടെ മേൽ ഉന്നയിക്കുന്ന ചില കേസുകൾ, ചില കുറ്റങ്ങൾ. നമ്മളൊരു കോടതിയിൽ കയറി കഴിഞ്ഞാൽ ആ കോടതിയിൽ കുറ്റപത്രം വായിക്കാറുണ്ട്. ഇന്ന കുറ്റങ്ങൾ, ഇന്ന തെറ്റുകൾ, ഇന്ന കാര്യങ്ങൾ ഈ പ്രതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറ്റപത്രം വായിക്കാറുണ്ട്. അങ്ങനെ നമ്പറിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കേസ് വാദിക്കുന്ന, കുറ്റപത്രം വായിക്കുന്ന അനേക കുറ്റങ്ങൾ ഈ ഇസ്രയേൽ ജനത്തിനെതിരായിട്ട് മീഖാ പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കേസായിട്ട് തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോടതിയിൽ വ്യവഹരിക്കുന്നത് പോലെ തന്നെയാണ് ഈ വേദപുസ്തകം അല്ലെങ്കിൽ ഈ മീഖാ പ്രവചനത്തിൽ രേഖപ്പെടുത്തി. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. 6:2, 6:2. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾക്കുവീൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. മതി മക്കളെ. യഹോവയ്ക്ക്, ലോർഡ് ഹാസ് കേസ് അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. യഹോവയായ ദൈവത്തിന് തൻ്റെ ജനത്തോട്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വ്യവഹാരമുണ്ടെന്നുള്ളതിന് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് എന്ത്? കേസ്. തനി നമ്മുടെ നാടൻ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എനിക്കൊരു കേസുണ്ട്, അതിന് കോടതിയിലേക്ക് പോകാൻ നമ്മൾ പറയുന്ന വാചകം അല്ലേ? ഒരു കേസുണ്ട്. ആ കേസ് എന്ന് പറയുന്ന അതേ പദം തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ഇസ്രയേൽ ജനത്തിനെതിരായിട്ട് ദൈവം തന്നെ ഇസ്രയേൽ ജനത്തിനെ പ്രതിയാക്കിക്കൊണ്ട്, പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഹല്ലേലൂയ 1 by 1 ആയിട്ട് എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് മീഖാ പ്രവചനം. ഒത്തിരി
ഒത്തിരി കേസുകളുണ്ട്, ഒത്തിരി ഹല്ലേലൂയ അക്യൂസേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എനിക്കതെല്ലാം പറയുവാൻ നേരമില്ല. നേരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അതൊന്ന് പരിശോധിച്ചാൽ അവിടെ സോഷ്യൽ ആൻഡ് മോറൽ ഡിപ്രാവിറ്റി അല്ലെങ്കിൽ സാമൂഹ്യമായ സാംസ്കാരികമായ അധംപതനത്തെ പറ്റി അവിടെ ഇസ്രയേൽ ജനത്തിനെതിരായിട്ടുള്ള 1-ാമത്തെ കേസ് മനസ്സിലായല്ലോ. സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് സദാചാരമായിട്ട് ഇവർക്കെതിരെ എതിരിക്കുന്ന ഇസ്രയേൽ മക്കൾക്ക് ദൈവം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 1-ാമത്തെ കേസാണ് 2-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. വായിച്ചോ ഇനി. കിടക്കമേൽ 1-ാമത്തെ കാര്യം എന്ത് ചെയ്യും? കിടക്കമേൽ നീതികേട് നിരൂപിച്ച് അയ്യോ കഷ്ടം, അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് നേരം വെളുക്കുമ്പോൾ അത് സാധിക്കുമെന്ന്. ഇനി ശ്രദ്ധിച്ചോണം. 2700 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ ജനത്തിനെതിരായിട്ട് ദൈവം പറഞ്ഞതായ ഈ കേസ്, ഈ കുറ്റം ഇന്നത്തെ ഈ തലമുറയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ തലമുറയിൽ കാണുന്ന നഗ്ന സത്യങ്ങൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങളെ ആത്മാവിൽ തുള്ളിപ്പിക്കാനുള്ള പ്രസംഗിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട, ഇന്ന് അതല്ല ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. സ്തോത്രം. ഇവിടെ വായിച്ചത് രാത്രിയിൽ കിടക്കമേൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് നാളെ എൻ്റെ കൂട്ടു സഹോദരനെതിരായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ കൂട്ടുവേലക്കാരനെതിരായിട്ട് എന്ത് ചെയ്യണം, ഹല്ലേലൂയ എൻ്റെ പ്രതിയോഗിക്കെതിരായിട്ട് എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കയിൽ കിടന്ന് ചിന്തിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ അത് സാധിക്കുന്ന ഹല്ലേലൂയ ഒരു പ്രവണതയല്ലേ ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. റമന ഹടകജാല ഹതുരാദന ഹല്ലേലൂയ. സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും കൂട്ടു സഹോദരങ്ങളെ, കൂട്ടുജനത്തെ ഹല്ലേലൂയ കൂടെ ആരാധിക്കുന്നവരെ, കൂടെ ശുശ്രൂഷിക്കുന്നവർക്കെതിരായി രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവർക്കെതിരായി ചിന്തിച്ച് നേരം വെളുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കഴിവുള്ളത് കൊണ്ട്, അവർക്ക് ശക്തിയുള്ളത് കൊണ്ട്, അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് അവർ അത് സാധിക്കുന്നു. പ്രാപ്തിയുള്ളവൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, കഴിവുള്ളവൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, സമ്പത്തുള്ളവൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അവന് കഴിവുണ്ട്, അവന് പ്രാപ്തിയുണ്ട്, അവന് സ്ഥാനമുണ്ട്, അവന് മാനമുണ്ട്. അവൻ എന്ന് നിശ്ചയിച്ചാലും തലേന്ന് രാത്രിയിൽ അവന്റെ കിടക്കയിൽ അവൻ എന്ന് അത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 3-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 3-ാമത്തെ വാക്യം. സോറി 2-ാമത്തെ വാക്യം. അങ്ങനെ രാത്രിയിൽ കിടന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരെന്ത് ചിന്തിച്ചിട്ട് വയലുകളെ മോഹിച്ചെന്ത് ചെയ്യുന്നു? പിടിച്ചു പറിക്കുന്നു. ഇന്ന് ശ്രദ്ധിച്ചേ വായിക്കാം നമുക്ക്. ഇന്ന് വയലുകളൊന്നുമില്ല. അന്നത്തെ കാലഘട്ടത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഏതാ? ആടുമാടുകൾ, വയലേലകൾ, ഇതൊക്കെയാണ് അന്നത്തെ സമ്പത്ത്. ഇന്ന് നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് പണമാണ്, ബാങ്കുകളുടെ നിക്ഷേപങ്ങളാണ്. ഇതാണ് ഇന്നത്തെ സമ്പത്ത്. അന്നത്തെ സമ്പത്ത് അതിൽ എത്രമാത്രം അവർക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അവർക്ക് എത്ര ആടുമാടുകളുണ്ട്, ഇതൊക്കെയായിരുന്നു അന്നത്തെ സമ്പത്ത്. എബ്രഹാമിൻ്റെ കാര്യം നോക്കിയാലും അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ആ വയലുകളെ, ഇന്ന ഭാഗത്ത് കാണുന്ന വയൽ നാളെ രാവിലെ എൻ്റെ കയ്യിലിരിക്കും, ഇന്ന ഭാഗത്തിരിക്കുന്ന അവൻ്റെ മുതൽ രാവിലെ എൻ്റെ കയ്യിലിരിക്കും. രാത്രി മുഴുവനും അതിനുവേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുക, രാത്രി മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യുന്നറിയാമോ? അത് അവൻ്റെ വീടുകളെ, അവൻ്റെ മുതലുകളെ എന്ത് ചെയ്യും? നമ്മുടെ സ്വന്തം കയ്യിലാക്കുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? മറ്റുള്ളവൻ്റെ പോക്കറ്റിലിരിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ കൈവശപ്പെടുത്തണം, മറ്റുള്ളവൻ്റെ വക നമ്മുടെ കയ്യിലാക്കണം. ഇതാണ് ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കൊല ചെയ്യരുതെന്ന് പ്രമാണം പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കൊല്ലരുതെന്ന് മാത്രമല്ല,
എൻ്റെ കൂട്ടു സഹോദരൻ കൊച്ചുമോൻ ജീവിക്കാനുള്ള അവകാശം അവനുണ്ടെന്നാണ് അതിനർത്ഥം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഹല്ലേലൂയ. മറ്റൊരുത്തൻ്റെ കാര്യത്തെ മോഹിക്കരുതെന്ന് പറഞ്ഞാൽ അവന് എന്തും ഹല്ലേലൂയ സമ്പാദിക്കുവാൻ, സൂക്ഷിക്കുവാൻ അവന് അധികാരമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ പിടിച്ചു പറിക്കുന്നത് മാത്രമല്ല അതിൻ്റെ മീനിങ്. ഹല്ലേലൂയ, കൊല്ലുന്നത് മാത്രമല്ല അതിൻ്റെ മീനിങ്. ഒരുത്തനെ ഹല്ലേലൂയ കൊല ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുവാനുള്ള അധികാരവും അവകാശവും അവനുണ്ട്. ഹല്ലേലൂയ, അതിന് എതിരായി പ്രവർത്തിക്കുന്നവനെ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുമെന്ന് ശിക്ഷിക്കുമെന്ന് തന്നെ ദൈവവചനത്തിലുണ്ട്. ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞത് എനിക്ക് പറഞ്ഞു നിർത്തി പോകാൻ സമയമില്ലാത്തതുകൊണ്ട് രണ്ട് കാര്യം കൂടെ പറയേണ്ടതുകൊണ്ട് ഞാൻ അങ്ങ് കമ്പി വാചകം പോലെ പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ, ഇങ്ങനെയുള്ളതാണെങ്കിലും 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും ഞാനോ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ, സ്തോത്രം. കഴിവുള്ളവൻ എന്ത് തോന്നിവാസവും കാണിക്കട്ടെ, സമ്പത്തുള്ളവൻ എന്ത് കാണിക്കട്ടെ, സമൂഹത്തിൽ ഏത് വൃത്തികേട് കാണിക്കട്ടെ, എനിക്കത് വിഷയമല്ലെന്നേ, എങ്കിലും ഞാൻ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ചുറ്റുപാടുകൾ ഏത് മോശമായ സാഹചര്യത്തിൽ കൂടെ, നമ്മുടെ ചുറ്റുപാടുകൾ ഹല്ലേലൂയ ഏതെല്ലാം മതബന്ധനത്തിൽ കൂടെ കടന്നുപോയാലും എനിക്കത് വിഷയമല്ലവേ അല്ല. ഞാൻ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽക്കാല വിശ്വാസമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. നമ്മുടെ സമൂഹത്തിൽ എന്ത് തന്നെ ഹല്ലേലൂയ കാര്യങ്ങൾ നടന്നാലും അതിനെ നോക്കിക്കൊണ്ട്, അതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് മടുക്കരുത്. ഹല്ലേലൂയ, യഹോവയെങ്കിലേക്ക് തന്നെ, യഹോവയെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. റമന ഹടഗജാല ഹതുരാദന ഹംദല ദിനഗടഗജാല ഹബ്ശര. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യഹോവയുടെ പ്രാർത്ഥന കേൾക്കും. യഹോവയുടെ പ്രാർത്ഥന കേൾക്കും. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ. അവിടെ വിശദീകരണം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. 3:10. പണിയുന്നു. 11. അതിലെ തലവന്മാർ നേതാക്കന്മാര്. തലവന്മാരെന്ന് പറഞ്ഞ നേതാക്കന്മാർ, അങ്ങനല്ലേ? തലവന്മാര്, നേതാക്കന്മാര്. നിങ്ങളൊക്കെ തിരിച്ച് വായിച്ചു. നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു? സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. എന്തോ ചെയ്യുന്ന? സമ്മാനം വാങ്ങിച്ച് ന്യായം വിധിക്കുന്നു. ആ സമ്മാനത്തിന് ഞാൻ വേറെ പേരിടാൻ പോവാ, കൈക്കൂലി. ആരെങ്കിലും കൈക്കൂലി ആരെങ്കിലും പറയൂ? പാസ്റ്റർ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, സഹോദരൻ കൊണ്ടുവന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നെന്നാ പറയുന്നേ. കൈക്കൂലി തന്ന ആരെങ്കിലും പറയൂ? നേതാക്കന്മാരെ കണ്ട് ഗിഫ്റ്റ് കൊടുത്താൽ ഗുണമുണ്ടെന്നേ. കൊടുത്തോ? കൊടുക്കുന്നവനും അനുഭവിക്കും, വാങ്ങിക്കുന്നവനും അനുഭവിക്കും. യെസ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്ത മാസയോഗത്തിന് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും തോസുടി ഭാഷയെ വിളിച്ചാൽ എനിക്ക് സമയം തരണ്ട കേട്ടോ. എനിക്കറിയാം ഇത് പറഞ്ഞിട്ട് പോകുന്നവർക്ക് സമയം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നേതാക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നവർ സൂക്ഷിച്ചോണം, ഗിഫ്റ്റ് വാങ്ങിക്കുന്നവർ സൂക്ഷിച്ചോണം. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. തോമസ് അങ്ങനെ വാങ്ങിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അന്നേരം നോക്കിക്കോണം. അദ്ദേഹത്തെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിയിട്ടുമില്ല. നമ്മളിൽ ഒരാളെ പോലെ അദ്ദേഹത്തിന് ഞാൻ കരുതുന്നുള്ളൂ. സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് വലിയ നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ഉള്ളവരുടെ വലിയ നേതാക്കന്മാരുടെ കാര്യം. ഓക്കെ. എന്ത് ചെയ്യുന്നു? തലവന്മാർ എന്ത് ചെയ്യുന്നു? സമ്മാനം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കുന്നു. കൂടുതൽ കിട്ടുന്നവന് നല്ല ന്യായം കിട്ടും. കൂടുതൽ കൊടുത്താൽ നല്ല ന്യായം കിട്ടും. കൂടുതൽ കൊടുത്താൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന്. സ്തോത്രം. അവിടെ പറയാനൊക്കെ ഒത്തിരി ഉണ്ട്. അടുത്ത വാക്യം, അതിലെ പുരോഹിതന്മാർ, അത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കാര്യമാണ്, എൻ്റെ ഉൾപ്പെടെ. പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? അവിടെ കൂലി വാങ്ങി, ഗിഫ്റ്റ് വാങ്ങി എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു. അവിടെ പിന്നെ അടുത്തത് നോക്കണമേ. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി, പദം ഒന്നുകൂടെ പറഞ്ഞേ. പണം വാങ്ങി പ്രവചിക്കുന്നല്ല പറഞ്ഞേക്കുന്നേ. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. പണം വാങ്ങി പ്രവചിക്കുന്നതല്ല എഴുതിയിരിക്കുന്നത്. പണം വാങ്ങി പ്രവചിക്കുക, ഹല്ലേലൂയ, ലക്ഷണം പറയുന്ന പ്രവാചകന്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അനേക പ്രവാചകന്മാരെ എൻ്റെ ഭവനത്തിൽ മാസങ്ങൾ പാർപ്പിച്ചിട്ടുള്ളവനാണ്. പ്രവാചകന്മാർക്കെതിരല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പണം വാങ്ങി ഹല്ലേലൂയ ലക്ഷണം പറയുന്ന പ്രവാചകന്മാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധാർമ്മികമായിട്ട് മാത്രമല്ല, ആത്മീയമായിട്ടും സ്പിരിച്വലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്പിരിച്വലി കറപ്റ്റഡ്, രണ്ടാമത്തെ കാര്യമാണിത്. സ്പിരിച്വലി കറപ്റ്റഡ്, ആത്മീയമായിട്ട് അധംപതിച്ചിരിക്കുന്ന, കറപ്ഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. ഹല്ലേലൂയ, നാം നിങ്ങളും ജീവിക്കുന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്പിരിച്വലി കറപ്റ്റഡ്. താഴോട്ടുള്ള വാക്യം വായിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ സമയമില്ലല്ലോ, അത് പറയുന്ന വാക്ക്. പിന്നെ യഹോവ നമ്മുടെ ഇടയിലില്ലല്ലോ, അനർത്ഥം നമുക്ക് വരികയില്ലെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത് യിരെമ്യാ പ്രവചനത്തിൽ പറയുമ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഇനി മഴയുണ്ടാകത്തില്ല, കാറ്റുണ്ടാകത്തില്ല, കുഴപ്പമില്ല. 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമൊന്നും വരത്തില്ലല്ലേ 15-ാം അധ്യായത്തിലാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞ് പ്രവാചകന്മാർ പറയും. തൊട്ട് പുറകെ വരുന്ന യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞ്, അവന്മാരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. എൻ്റെ പ്രവാചകന്മാരല്ല അവന്മാർ. പറഞ്ഞു കേട്ടില്ലയോ? അങ്ങനെ വന്ന് പറഞ്ഞവരാരും എൻ്റെ പ്രവാചകന്മാരല്ല. അനർത്ഥം നിനക്ക് വരും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ വന്ന ഏതെങ്കിലും ആളുകൾ, പ്രവാചകന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ അനർത്ഥം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ പറഞ്ഞില്ല. എന്നെ വാലല്ല തലയാക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. സന്തതികളെ അനുഗ്രഹിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അനർത്ഥത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അനർത്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അനർത്ഥം വരും, ശാപം വരും, ദുഃഖം വരും, വേദന വരും. അത് ദൈവമക്കൾക്കുള്ള അവകാശം കൂടെയാണ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ യഥാർത്ഥ ഒരു പ്രവാചകൻ പ്രവചിക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. സോപ്പിട്ട് പ്രവചിക്കുന്നതല്ല പ്രവാചകന്മാര്. കൂലി വാങ്ങിക്കുവാൻ വേണ്ടി, കവറിന്റെ വലിപ്പം കൂടുവാൻ വേണ്ടി പ്രവചിക്കുന്ന പ്രവചനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല ദൈവപ്രമാണം എന്ന് പറയുന്നത്. സ്പിരിച്വലി കറപ്റ്റഡ്. നിർത്തി പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ധാർമ്മികമായും സാമൂഹികമായും അധംപതിച്ച ഒരു കാലഘട്ടം. രണ്ടാമത്തത് ഹല്ലേലൂയ സ്പിരിച്വലി ആത്മീയമായി അധംപതിച്ച പൗരോഹിത്യ മേഖലകൾ മുഴുവനും, പുരോഹിതന്മാർ മുഴുവനും, പ്രവാചകന്മാർ മുഴുവനും കറപ്റ്റഡായിട്ടുള്ള ഒരു കാലഘട്ടം. അടുത്തതുകൂടെ പറയാം. ഹല്ലേലൂയ. അത് 6-ാം അധ്യായത്തിൽ, സോറി, 7-ാം അധ്യായത്തിൻ്റെ തന്നെ 2-ാമത്തെ വാക്യം വായിക്കാം. 7:2. കേട്ടണേ, ഭക്തന്മാര് ഭൂമി നശിച്ചുപോയി. അടുത്തത്, മനുഷ്യരുടെ ഇടയിൽ സത്യം പറയുന്ന ഒരുത്തരുമില്ലെന്നേ. കിഴക്കോട്ട് പോകുമ്പോൾ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ട് പോകുമെന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ കോട്ടയത്ത് പോകുമെന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. സത്യം ചിലപ്പോൾ സത്യം പറയാൻ ഒക്കത്തില്ലെന്നേ. അങ്ങനെയുണ്ടെന്നേ. അതാ പറഞ്ഞേ. അച്ഛാ സത്യം അത്. ചിലപ്പോൾ സത്യം പറയാനും ഒക്കത്തില്ല. അതുകൊണ്ടങ്ങ് പറഞ്ഞു പോവുക. നിവർത്തികേട് കൊണ്ടങ്ങ് കള്ളം പറഞ്ഞു പോവുക. പോട്ടെ, അതല്ലല്ലോ വിഷയം. എന്ത് ചെയ്യുന്നു? ഭക്തന്മാർ ഭൂമി നശിച്ചു പോകുന്നു, മനുഷ്യപുത്രന്മാരുടെ ആരുമില്ല. അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു. ഇനി ഓരോരുത്തൻ താൻ്റെ സഹോദരനെ പിടിപ്പാൻ വല വിരിച്ചിരിക്കുക. അതാ ഈ സത്യം പറയാൻ ഒക്കാത്തവരെന്ന് ഞാൻ പറഞ്ഞത്. കാരണം കിഴക്കോട്ട് പോവാണെങ്കിൽ കിഴക്കോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല എവിടെ കൊണ്ടിടും? കിഴക്കോണ്ടിടും. അതുകൊണ്ടാണ് പടിഞ്ഞാട്ട് പോകാമെന്ന് പറയുന്നത്. അതും കുറ്റമല്ല. അന്നേരം ഈ പുള്ളികൾ വലയം കൊണ്ടിരിക്കുകയെന്നേ. വലയം കൊണ്ടിരിക്കുക. സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം കൂട്ടുസഹോദരന്മാർ, കൂട്ടുവേലക്കാർ വലയം കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത 5-ാമത്തെ വാക്യം വായിച്ച്, എല്ലാം വായിക്കാൻ നേരമില്ല. 5-ാമത്തെ വാക്യം. കൂട്ടുകാരനെ എന്ത് ചെയ്യരുത്? കൂട്ടുകാരനെ വിശ്വസിക്കരുത്. കൂട്ടുകാരനെ വിശ്വസിക്കരുത്. 5-ാമത്തെ വാക്യം. സ്നേഹിതനെ ആശ്രയിക്കരുത്. നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും എല്ലാം തുറന്നു പറയരുത്. ഞാനല്ല പറഞ്ഞ, മീഖാ പ്രവാചകനാ പറഞ്ഞു. നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന സ്ത്രീയോട് പോലും എന്ത് ചെയ്യരുത്? നിന്റെ അതരം തുറന്നെല്ലാം പറയരുത്. പറയാൻ ഒക്കുന്നതേ പറയാവൂ കേട്ടോ. പറയാൻ ഒക്കുന്നതേ പറയാവൂ. പ്രത്യേകിച്ച് ദൈവദാസന്മാർ. സഭയിൽ ഒരു വിശ്വാസി ഏതെങ്കിലും രഹസ്യമായ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം ഭാര്യയോട് പറയേണ്ടാത്ത കാര്യമാണെങ്കിൽ പറയരുത്. അതിന് ഒരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല.
പ്രൈസ് ദി ലോർഡ്. അവിടെയും നമ്മുടെ ആദരം എന്ത് ചെയ്യണം? അടഞ്ഞിരിക്കണം. അടുത്ത വാക്യം എന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞിരിക്കുന്നത് മകൻ അപ്പനെ നിന്ദിക്കുന്നു. ആ ആ ആ മനുഷ്യരുടെ ശത്രുക്കൾ ആര് തന്നെ? അവരുടെ ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. നിർത്താൻ പോവാ. നിങ്ങളുടെ സന്തോഷം പോയി തുടങ്ങിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിശപ്പിൻ്റെ വിളിയും കൂടി വന്നെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെ ശത്രുക്കൾ ആര് തന്നെ? നമ്മുടെ വീട്ടുകാർ തന്നെയാന്നേ, നമ്മുടെ സഭക്കാർ തന്നെയാന്നേ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ തന്നെയാന്നേ, നമ്മുടെ കൂട്ടുവിശ്വാസികളും കൂട്ടുവിലക്കാരും തന്നെയാണേ നമ്മുടെ ശത്രുക്കൾ. വേറെ ആരുമല്ല. വചനമതാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നീയും സേവിക്കുന്നതെങ്കിലും മീഖാ പ്രവാചകൻ പറഞ്ഞു നിർത്തുന്നു, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കും, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സാമൂഹ്യമായ അധബന്ധനം വന്നാലും, കുടുംബ പശ്ചാത്തലമുള്ളതായ ബന്ധങ്ങൾ വിച്ഛേദിച്ചാലും, ഹല്ലേലൂയ സ്തോത്രം, പൗരോഹിത്യ നിലയിലുള്ളതായ ഏതെല്ലാം അധബന്ധനം സംഭവിച്ചാലും ഞാൻ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും. യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിൽ ഈ പ്രസംഗം പൂർണ്ണമാകുകയില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഉപദേശം കൂടെ വായിച്ചു കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്താം. 6-ാം അധ്യായം 6-ാമത്തെ വാക്യം.